ഒരു സംഗതി പറയട്ടെ, അതായത് ഞാൻ എപ്പോൾ എവിടെ യാത്രയ്ക്ക് പോയാലും ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളായിരിക്കും എൻ്റെ കണ്ണിലുടക്കുന്നത്. ഇതിപ്പോൾ ഈ ബുക്കിനകത്ത് ഉണ്ണീശോയും മാതാവും ഔസേപ്പിതാവും പിന്നെ 3 രാജാക്കന്മാരും ഒക്കെ കൂടിയിട്ടൊരു ചെറിയ നേറ്റിവിറ്റി സെറ്റ്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കഥയാണ്. അതായത് ഔസേപ്പിതാവ് ഉണ്ണീശോനെയും മാതാവിനെയും കഴുതപ്പുറത്ത് കയറ്റി ബെത്ലഹേമിൽ നിന്ന് പോകുന്ന വഴിക്ക് ഉണ്ണീശോ ഉണ്ടായപ്പം വന്ന മാലാഖമാർ കുറേ പേര് അവരുടെ കൂടെ കൂടി. അവരാണ് തങ്കം, ഒറോമ, സോഫി, പിന്നെ ദേ കാണുന്നത് മെഴുകാണ്, പിന്നെ ചിരി, പിന്നെ ഉള്ളത് കൊച്ചുപെണ്ണ്. കൊച്ചുപെണ്ണിൻ്റെ കൂട്ടത്തിൽ ഇരുട്ടുണ്ണി ആടുമുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ കുഞ്ഞുളുക്ക്. ഉണ്ണീശോ ഉണ്ടായപ്പോൾ കൂകി വിളിച്ചറിയിച്ച ആളാണേ. പിന്നെ വേണ്ട താടിക്ക് കൈയും കൊടുത്ത് ചെറുക്കൻ ഇരിപ്പുണ്ട്. പിന്നെ സീറ്റ, ലില്ലി, ലാഫ്, ഒളിച്ചിരിക്കുന്നത് പാലു, പിന്നെ ഫ്ലൈയിങ് കിസ് ഒക്കെ തന്ന് ക്യുപ്പിടും ഉണ്ട്. ഇതാണ് വേണ്ടേ എൻ്റെ അമ്മിണി തങ്ക, സമാധാന പ്രിയ. സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവിനെയും കൊണ്ടാണ് ആശാട്ടി നിൽക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഇരട്ട മാലാക കുട്ടികളാണ് അമ്മയും തങ്കിയും. അവരുടെ അടുത്ത് നിൽക്കാനാണ് ജിന്നിക്ക് എപ്പോഴും ഇഷ്ടം. പിന്നെ എൻ്റെ പൊന്ന് കുട്ടത്തി എപ്പോഴും വിഷമം വെച്ചിരേ. അവൾക്ക് കയ്യിലൊരു പാവേനെ കൊടുത്തിട്ടുണ്ട്. പൂക്കളും പിടിച്ച് നിൽക്കുന്ന മാലാക കൊച്ചാണ് റാണി. അത് കഴിഞ്ഞിട്ട് റോസാപ്പൂ കഴിഞ്ഞു വരുന്ന ആരാന്നറിയോ? ജാങ്കോ പുണ്യാളൻ. പുള്ളിക്കാരൻ ഭയങ്കര വിരുദ്ധന. മുടി ട്രിം ചെയ്ത് കളർ ചെയ്യണം, ചിറകിൻ്റെ ഭാരം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്ത കക്ഷിയാണ്. മിലിയുടേതൊരു 1.5 കഥയാണ്. മാലാക കൂട്ടത്തിലെ ഏറ്റവും കുസൃതി, ഏറ്റവും കുറുമ്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചില്ലാണേ. അതുകൊണ്ട് കുസൃതി കൂടുമ്പോൾ ഉണ്ടല്ലോ മാതാവിൻ്റെ കാൽക്കീഴിൽ തന്നെ കൊണ്ടുവന്നിരുത്തും. പിന്നെ ഉണ്ണീശോയുടെ ഏറ്റവും ഫേവറിറ്റ് ചക്കര എപ്പോഴും പ്രാർത്ഥിക്കാനും കളിക്കാനും കൂടുന്ന ഒരാളാണ്. സമാധാനപ്രിയമാണ്. പിന്നെ ഉണ്ണീശോയ്ക്ക് വേണ്ടി എന്നും പാട്ട് പാടുന്ന പമ്മു കഴിഞ്ഞാൽ പിന്നെ ഇളത് നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യും, വയലിൻ വായിക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി. ഞാൻ ഈ മാലാകന്മാരെയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ച് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ വർഷങ്ങൾക്ക് മുന്നേ ആൻജിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കുഞ്ഞുണ്ണീനെ. പിന്നെ ഇത് കുഞ്ഞമ്മു. മാലാകന്മാരുടെ ചില്ലുകൂടാരത്തിലെ ഏറ്റവും ഇളയ മാലാക കുഞ്ഞാണ് നമ്മുടെ കുഞ്ഞമ്മു. മാലാഖമാരല്ല, എന്നാലും ജാങ്കോ പുണ്യാളം കൂട്ടിക്കൊണ്ടുവന്നാണ് പാഞ്ചുവിനെയും കുഞ്ഞേലിനെയും. അവരും ഉണ്ട് ഇവരുടെ കൂടെ.